ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. എൻട്രി എടുത്തപ്പോഴത്തേക്കും ജസ്റ്റ് ഇച്ചിരി കുറച്ച് താഴെ പോയി. ഞാൻ നല്ലപോലെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു 73 എത്തുമ്പോഴത്തേക്കും മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റിൽ ഞാൻ കാണിച്ചു തരാം, മാർക്കറ്റിൽ ജസ്റ്റ് താഴെ പോയിക്കൊണ്ട് അതാണ് ഇത്രയും വലിയൊരു ലോസ് ഇപ്പോൾ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റിലാവുണ്ടായിരുന്നു. കണ്ടോ, ഈ ലൈനെ ഞാൻ വരച്ച് വെച്ചിരുന്ന ആ ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഉടനെ ട്രേഡിൽ എൻട്രി എടുക്കണം. പക്ഷേ നോക്കി, അത്രയും ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ആക്കിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ലോസ് കാണുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ മേളിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി, ഒരു 60 ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ടോട്ടൽ ഒരു 150 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തിരിക്കുന്നത്. ഒരു 73, ഇപ്പോൾ ഒരു 63 കാണിക്കുന്നുണ്ട്. ഒരു 74 റേഞ്ചിൽ മാർക്കറ്റ് എത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു 60 ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ കണ്ട, ഇപ്പോൾ ഒരു 2000 അടുപ്പിച്ച് ലോസ് കാണിക്കാൻ തുടങ്ങി. അത് മാർക്കറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു നല്ലൊരു പ്രോഫിറ്റിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ റൺ ചെയ്യേണ്ടായിരുന്നു. ഓക്കെ, എനിവേയ്സ്, ഇപ്പം ട്രേഡിൽ എൻട്രി എടുത്തത് കിട്ടി. കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് അപ്പ്, ഇപ്പോൾ ആ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത്രയും ആ ഒരു ഗ്യാപ്പാണ് നമുക്ക് അത്രയും താഴെത്തായിപ്പോയി നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഞാൻ റെഡിയായിരുന്നു മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ വേണ്ടി. ജസ്റ്റ് ഓക്കെ, ഇതൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇവിടുന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 2000 അടുപ്പിച്ച് തന്നെ നമ്മളുടെ എൻട്രി പോയിൻറ്റിന് അവിടെ എത്തണമെങ്കിൽ തന്നെ ലോസ് വരും. പിന്നെ നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ ഒരു 25 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലോസ് ഇച്ചിരി കൂടുതലായിരിക്കും. എനിവേയ്സ്, ഏതായാലും കുഴപ്പമില്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ മാർക്കറ്റ് ആ ഒരു പോർഷനിൽ വീണ്ടും എത്തുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലോട്ടും കൂടെ ഞാൻ ആഡ് ചെയ്യാനാണ് എൻ്റെ ഒരു പരിപാടി. ഇപ്പോൾ വീണ്ടും ചെറിയൊരു ഗ്രീനിലേക്ക് വന്നിട്ടുണ്ടോ? ഗ്രീനിലേക്ക് വന്നപ്പോൾ നമ്മൾ ട്രേഡിൽ എൻട്രി എടുക്കാൻ വിചാരിച്ചിരുന്നത് 373 ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്രീൻ, അല്ലെങ്കിൽ കോസ്റ്റിലേക്ക് വരുന്നത് തന്നെ 346, 40, 50, 60, 70 ഒരു 30 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് ആണ് നമ്മളുടെ ഒരു മാർക്കറ്റിൽ എൻട്രി കിട്ടിയത് തന്നെ. അപ്പോൾ 30 + 25, 55 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് തന്നെ നമുക്ക് ഒരു ലോസ് ഇന്ന് ബെയർ ചെയ്യേണ്ടി വരും. ഏതായാലും നമുക്ക് ഇമീഡിയറ്റ്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് താഴത്തേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോസ്റ്റിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അത്യാവശ്യം ഒരു 3000 അടുപ്പിച്ച് ലോസ് കാണിക്കുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റിൽ വച്ചേക്കാം. കോസ്റ്റിൽ വയ്ക്കാനുള്ള കാരണം ഇതാണ്, 55 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇനി ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മളുടെ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഒരു എൻട്രി ലെവലിൽ വീണ്ടും എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമെന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ്സിലാണ് ഞാനിപ്പോൾ നമ്മളുടെ കോസ്റ്റിൽ തന്നെ ഓക്കെ, ഫൈൻ. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടുന്നുണ്ട് ട്രേഡേഴ്സ്. വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. അത്യാവശ്യം 340, 250, 246 ആണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, ഫൈൻ. നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമ്മൾ വിചാരിച്ച് പോലെ അല്ല, മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയില്ല. ഓക്കെ, എനിവേയ്സ്, ഒരു 7000+ ഒരു പ്രോഫിറ്റ് നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു നല്ല ട്രേഡായിരുന്നു. ട്രേഡിൽ ഒരേ ഒരു പ്രശ്നം ഉണ്ടായത്, അതും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇവിടെ വന്ന് താഴത്തോട്ട് വീഴാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് താഴത്തേക്ക് ഈ ഒരു ഇത്രയും പോർഷനിലോ അടുപ്പിച്ച് ഒരു 347, 343 റേഞ്ചിൽ മാർക്കറ്റ് താഴത്തോട്ട് വീഴുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി താഴത്തോട്ട് ട്രേഡിൽ എൻട്രി എടുക്കേണ്ടി വന്നത്. 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ കാണിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് അത്യാവശ്യം നല്ലപോലെ ഫോൾ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയി നമ്മളുടെ എൻട്രി പോയിൻറ്റിൻ്റെ അവിടുന്ന്. അത് മാത്രമേ ഈ ഒരു ട്രേഡിൽ പ്രശ്നം വന്നുള്ളൂ. ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്തു. ഈ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് താഴത്തോട്ട് തരുമ്പോൾ ആ ഒരു പോയിൻറ്റിലായിട്ട് നമ്മളുടെ എൻട്രി എടുത്തത്. പക്ഷേ മാർക്കറ്റ് അവിടെ ഇത്രയും ഒരു ഗ്യാപ്പ് ഡൗൺ പോർഷനിൽ ഒരു 30 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ജസ്റ്റ് നമ്മളത് ഈ ഒരു 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാർക്കറ്റിൽ ഈ ഡ്രോയിങ്സിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി മനസ്സിലാവാനും കാണാനും സാധിക്കും. ഇത് കണ്ടോ, ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഓപ്പണിംഗ് നോക്കി ഇത്രയും താഴത്ത് 43 വന്ന് ഓപ്പൺ ആയത്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റേഞ്ചിൽ ഇത്രയും ഒരു 30 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പിലാണ് നമുക്ക് നമ്മളുടെ ട്രേഡിൽ
എൻട്രി എടുക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് ഫോളോ ചെയ്തു, അത് വേറെ കാര്യം. പക്ഷേ അതായിരുന്നു ഇന്നത്തെ ഈ ഒരു ട്രേഡിലുണ്ടായിരുന്ന ഒരു കുഴപ്പം. എന്നാലും ഓവറോൾ നമ്മളൊരു 7,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓർഡർ ബുക്ക്. 9:51 നമ്മളുടെ ട്രേഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു. താങ്ക്